മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഈ കേരളത്തിൽ ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും ഇരട്ട നീതിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ോടും കടപ്പാടില്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കടപ്പാടേ ഉള്ളൂ. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുള്ളൂ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ, അതിന്റെ ഉസ്താദുമാരെ, അതിന്റെ സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ്കെഎസ്എഫിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജനിച്ച, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നിന്ന് സമസ്ത നേതാവ് പ്രസംഗിച്ചിട്ടുള്ളതാണ്. സമസ്ത നേതാവിനെതിരെ, നേതാക്കന്മാർക്കെതിരെ, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ അവരെ കൈവട്ടാൻ ആളുകൾ ഇവിടെ സജ്ജമാണ് എന്നാണ് സത്താർ പന്തല്ലൂര് പിണറായി കാലത്ത് കേരളത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാ കേസെടുത്തത്, എന്താ നടപടി എന്നുള്ളതൊക്കെ ഞാൻ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് സത്താർ പന്തല്ലൂർ ടി.ജി. മോഹൻദാസിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ടി.ജി. മോഹൻദാസ് എന്ന വിദ്വേഷ പ്രചാരകനായ RSS സൈദ്ധാന്തികനെതിരെ നിരവധി പരാതികൾ നൽകിയതായി വാർത്തകൾ ഉണ്ടായിരുന്നു. RSS ഔദ്യോഗികമായിട്ട് ഈ സൈദ്ധാന്തികൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം ഈ പറയുന്ന ടി.ജി. മോഹൻദാസ് പറയുന്നതിനെ തള്ളുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ്? RSS ആണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക. ആദ്യം തന്നെ ഇത് RSS ഔദ്യോഗികമായിട്ട് തള്ളിയിട്ടും സമസ്ത നേതാവൊക്കെ ലക്ഷ്യം വെക്കുന്നത് RSSനെ തന്നെയാണ്. തുടർന്ന് നോക്കാം. കേരളത്തിലും ഡൽഹിയിലുമായി മോഹൻദാസിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരം സൈബർ പോലീസ് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസിൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കേസെടുത്ത് 12 ദിവസമായിട്ടോ ടി.ജി. മോഹൻദാസിനെ വിളിച്ചു വരുത്താനോ ചോദ്യം ചെയ്യാനോ പോലും പോലീസ് തയ്യാറായിട്ടില്ല. AIYF സംസ്ഥാന സെക്രട്ടറി ജിസ്മോന്റെ പരാതിയിലാണ് തിരുവനന്തപുരത്തെ കേസ്. ഡൽഹിയിൽ ആനി രാജയും മോഹൻദാസിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന മട്ടാഞ്ചേരിയിൽ പൊതുപ്രവർത്തകനായ ഹാരിസ് അബു, CPI നേതാവ് അബ്ദുൽ ജലീല്, SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നന്ദന്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽക്കിഫില് എന്നിവരും പരാതി നൽകിയിട്ടുണ്ട്. ആർത്തുക്കൽ സെന്റ് ആൻഡ്രോസ് ബസലിക്ക ചർച്ച് ശിവക്ഷേത്രമായിരുന്നു എന്ന് പ്രഖ്യാപിച്ചു കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന ആക്ഷേപവും ഇയാൾക്കെതിരെയുണ്ട്. തുടർച്ചയായി വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇയാളോടുള്ള സോഫ്റ്റ് കോർണർ ദുരൂഹമാണ്. പരാതികൾ ഇത്ര അധികം ഉണ്ടായിട്ടും നടപടികൾ ഏഴുന്നത് ശരിയല്ല. PMശ്രീ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുഗതൻ, വന്ദേമാതരം, അർജുനായെങ്കിൽ സവർക്കർ തുടങ്ങിയ ബഹളങ്ങൾക്കിടയിൽ മുങ്ങിപ്പോവേണ്ടതല്ല ഇത്തരം പരാതികൾ. ഇനി സ്വാതന്ത്ര്യ ദിനത്തിൽ മോഹൻദാസിന് സിവിലിയൻ ബഹുമതികളോ മെഡലുകളോ ചീഫ് സെക്രട്ടറിയുടെ പേരിൽ വരാനുണ്ടോ? കാത്തിരുന്ന് കാണാം. ഇതിനുശേഷം വീണ്ടും ഇതേ സത്താർ പന്തല്ലൂർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ടി.ജി. മോഹൻദാസിനെതിരെ നിരവധി പരാതികൾ വന്നിട്ടും നടപടികൾ സ്വീകരിക്കാത്തതിൽ ആശങ്കയുണ്ടായിരുന്നു. അർജുൻ ആയങ്കിയെ സാഹസികമായി കസ്റ്റഡിയിലെടുത്ത വാർത്ത വന്നപ്പോൾ ഇന്ന് തന്നെ ഒരു കുറിപ്പ് എഴുതാമെന്ന് തോന്നി. വൈകിട്ട് 4:50 പോസ്റ്റ് ചെയ്തു. 5 മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് എത്തിയതായി ബ്രേക്കിംഗ് ന്യൂസ് വന്നു. 6:40 കസ്റ്റഡിയിൽ. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് അഭിനന്ദനങ്ങൾ. അതായത് ഈ കൈവട്ടാൻ ആഹ്വാനം ചെയ്ത സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള ആളുകളാണ് UDFനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. കസ്റ്റഡിയിൽ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടക്കുക. ഇവർക്ക് ഏതൊക്കെ രീതിയിൽ പിന്നാമ്പുറങ്ങളിലൂടെ പോയിട്ട് ഈ പറയുന്ന ടി.ജി. അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. എന്റെ ലളിതമായ ചോദ്യമാണ്, ഈ സത്താർ പന്തല്ലൂർ പിണറായി കാലത്ത് പ്രസംഗിച്ചത് എന്താണ്? സമസ്ത നേതാവിനെ പ്രയാസപ്പെടുത്തിയാൽ, സമസ്ത നേതാക്കന്മാരെ പ്രയാസപ്പെടുത്തിയാൽ, ആ പ്രയാസപ്പെടുത്തുന്നവരുടെ കൈവട്ടാൻ ഇവിടെ ആളുകൾ സജ്ജമാണ്. മരിക്കാനും തയ്യാറായിട്ടുള്ള ആളുകൾ ഇവിടെ തയ്യാറാണ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സാഹചര്യം നിയമപരമായിട്ട് നോക്കുമ്പോൾ കേരളത്തിന്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കാറുണ്ടല്ലോ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വിഷയം ഈ കേരളത്തിലല്ലേ നടന്നത്? അതേപോലെയുള്ള മറ്റൊരു ആഹ്വാനമല്ലായിരുന്നു സത്താർ പന്തല്ലൂര് ഈ പ്രസംഗിച്ചിട്ടുള്ളത്? എന്നിട്ട് ഇതിനെതിരെ കേസ് കൊടുത്തത് ഏതെങ്കിലും BJP-കാരനാണോ? അല്ല. ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്, അതും ഞാനൊരു ന്യൂസിലുള്ളത് തന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മലപ്പുറം SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ നടത്തിയ കൈവട്ട് പരാമർശത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അഷ്റഫ് കളത്തിങ്ങൽ പാറയുടെ പരാതിയിൽ മലപ്പുറം പോലീസാണ് കേസെടുത്തത്. അതായത് ഒരു അഷ്റഫ് കളത്തിങ്ങൽ പാറയുടെ
പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഞാനും ഒരു വിശ്വാസിയാണ്. സാധാരണ സകല മുസ്ലിങ്ങളെയും അപമാനിച്ചുകൂടുകൂടിയാണ് ഈ സത്താർ പന്തല്ലൂരൊക്കെ കൈവട്ട് പരാമർശം നടത്തിയിട്ടുള്ളത്. നല്ല ഒന്നാം തരം ജിഹാദിസമാണ് സത്താർ പന്തല്ലൂർ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇയാൾക്കെതിരെ ഇയാളുടെ വീട്ടിൽ TG മോഹൻദാസിനെ ഞായറാഴ്ച അവധി ദിവസം വന്നിട്ട് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഇരുത്തിയതുപോലെ ഇയാളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തോ? സത്താർ പന്തല്ലൂരിന്റെ ഈ കൈവട്ട് പരാമർശത്തിൽ വീട്ടിൽ കയറി കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു അഷ്റഫ് കളത്തിങ്കൽ കൊടുത്ത പരാതിയിൽ പരാതി കൊടുത്തു, പരാതി രജിസ്റ്റർ ചെയ്തു. പക്ഷെ TG മോഹൻദാസിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതുപോലെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് സകല മലയാളികളും വിവേകത്തോടു കൂടി തിരിച്ചറിയേണ്ടതാ. ഇത് പിണറായി കാലത്തെ വിഷയം. ഇനി VD സതീശന്റെ കാലത്ത് എന്താ സംഭവം? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അപമാനിച്ച, അവഹേളിച്ച, പ്രധാനമന്ത്രിയെ അവഹേളിച്ച ജാൻമണിയെ VD സതീശൻ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. രമേശ് ചെന്നിത്തലയുടെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ പാർലമെന്റ് തകർക്കണമെന്നൊക്കെ ആക്രോശിച്ച ആളുകൾക്കെതിരെ ഇവിടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. ഒക്കെ രജിസ്റ്റർ ചെയ്യും. അറസ്റ്റ് നടന്നോ? വീട്ടിൽ കയറി അറസ്റ്റ് നടന്നിയോ? ലളിതമായ ചോദ്യം. വയനാട്ടിൽ നിന്ന് ലോകം അവസാനിപ്പിക്കാൻ ഡൽഹിയിലേക്ക് വണ്ടി കയറി അവിടുന്ന് മനോരമയോട് ലോകത്തിന്റെ അവസാനാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിലൂടെ എന്ന് പറഞ്ഞവനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തോ? DD സതീശന്റെ കാലമാണെങ്കിലും പിണറായി കാലമാണെങ്കിലും നമ്മുടെ കേരളത്തിന്റെ പോക്കെങ്ങോട്ടാ? TG മോഹൻദാസ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ പറഞ്ഞതുൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് TG മോഹൻദാസ് പറഞ്ഞത് എന്ന്? സാങ്കല്പികമായി എനിക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് നടപടി എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ പറയുന്ന സത്താർ പന്തല്ലൂർ എന്താ പറഞ്ഞത്? കായ്വട്ടും അതിനുള്ള ആളുകൾ സജ്ജമാണ്, അതിനുള്ള ആളുകൾ സജ്ജമാണ്. എവിടെ നിന്നായി വിളിച്ചു പറയുന്നത്? നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്നല്ലേ? വിവേകമുള്ള മലയാളികൾ ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയമല്ലേ ഇത്? എന്നിട്ട് സത്താർ പന്തല്ലൂരിനെ വീട്ടിൽ കയറി പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നോ? നമ്മുടെ കേരളത്തിലല്ലേ PFI കൈവെട്ടിയ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതൊക്കെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നടന്നിട്ടുള്ളതല്ലേ? അതേപോലെ ഒരു ആഹ്വാനം കേരളത്തിൽ നടന്നിട്ട് ഈ സത്താർ പന്തല്ലൂരിനെയൊക്കെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിരുന്നോ? അതേ സത്താർ പന്തല്ലൂരൊക്കെ TG മോഹൻദാസിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതല്ലേ? അദ്ദേഹത്തിന്റെ ഈ സത്താർ പന്തല്ലൂരിന്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് കേരളത്തിൽ ഇരട്ട നീതിയാണ് നടക്കുന്നത്. ജാൻമണിയെ പോലീസ് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? ഒരു ഒളിവിലും പോവാത്ത, ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന, അന്ന് വിളിച്ചാൽ പോരെ, ഫോൺ വിളിച്ചാൽ TG മോഹൻദാസ് പോലീസ് സ്റ്റേഷനിലേക്ക് വരൂലേ? എന്നാൽ വീട് വളഞ്ഞിട്ട് വീട്ടിൽ കയറി തന്നെ അറസ്റ്റ് ചെയ്ത് സകല മാധ്യമങ്ങൾക്ക് മുന്നിലേക്കും എത്തിച്ച് അതൊരു ഷോ ചെയ്തത് ആരെ പ്രേരിപ്പിക്കാനാണ്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വിവേകത്തോടു കൂടി തന്നെ മലയാളികൾ തിരിച്ചറിയണോ? അതായത് ഈ സത്താർ പന്തല്ലൂർ പ്രസംഗിച്ചതിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തില്ല പിണറായി കാലത്ത്. VD സതീശന്റെ കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ അപമാനിച്ചവരെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയുക.